ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ വർഷ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അഭിയെയും ശിവയും അതുപോലെ തന്നെ അഞ്ജുവിനെയും ഒന്നടങ്കം വഴക്കു പറയുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. നിങ്ങൾ എനിക്ക് നല്ലൊരു പേര് പോലും ഇട്ടില്ല, ഒരു വൃത്തികെട്ട പേര് വർണ്ണമാല എന്ന്. പിന്നെ ഒരു പെൺകുട്ടിയെ നാറ്റിക്കുന്നതിന് പരമാവധി കാര്യങ്ങൾ വിവേകിനോട് പറഞ്ഞ് എന്നെ നാറ്റിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം കേട്ടോ. ഇത്രയും വൃത്തികെട്ട രീതിയിൽ എന്തിനാ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എടോ അപ്പം പിടിച്ചു നിൽക്കാനൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. പിന്നെ എന്താ വിവേകേട്ടൻ എന്തായാലും സ്ത്രീകളെക്കുറിച്ച് കുറച്ച് നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണല്ലോ ടാബ്ലറ്റൊക്കെ തന്നതെന്ന് പറയുന്നുണ്ട്. ഒരു ടാബ്ലറ്റ്, എന്ത് കഷ്ടമാണ് കേട്ടോ നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം തന്നെ ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല തന്നെ രക്ഷിക്കാനെന്ന് ശിവ പറയുമ്പോൾ, താൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അപമാനം ഇവിടെ സംഭവിച്ചത്. അയാളുടെ മുന്നിലും ആ വീട്ടുകാരുടെ മുന്നിലും തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്ത വിധം. കാരണം അന്ന് എൻ്റെ ആ ന്യൂസ് എല്ലാവരുമായിട്ട് സ്പ്രെഡ് ചെയ്തത് താനല്ലേ, തന്നോട് ഞാൻ രഹസ്യമായി പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ, അത് ഞാനല്ലല്ലോ, ആ പ്രിൻസ് അല്ലേ എന്ന് പറയുമ്പോൾ, എന്തായാലും ഇപ്പോൾ ആകെ നാണം കിട്ടു. ഇനി ഇവിടെ നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലത്, എങ്ങോട്ടെങ്കിലും പോവുമായിരിക്കും നല്ലത്. ഇങ്ങനെ അപമാനം സഹിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വർഷ അകത്തേക്ക് കയറിപ്പോന്നു. അങ്ങനെ അഞ്ചു പറയുന്നുണ്ട്, അത് സത്യം തന്നെയാണ് വർഷ പറഞ്ഞത്. എന്തായാലും ഇവിടെ നാലുകണ്ണം കൂടിയും കൂടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, എല്ലാവരും വേറെ വേറെ താമസിക്കുകയായിരിക്കും നല്ലത്. വല്ലപ്പോഴും കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒരുമിച്ച് കാണാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് കയറിപ്പോന്നു. അഭിയും അതുപോലെ തന്നെ ശിവയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പിരിയാൻ പോവുകയാണോ, അതൊക്കെ അവർ വെറുതെ പറഞ്ഞതല്ലേ, നമുക്ക് അവരെ ഒന്ന് തണുപ്പിക്കാം എന്ന്, നമുക്ക് അടിപിടി കൂടാം നമുക്ക് രണ്ടുപേർക്കും. എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ തന്നെ പോകുന്നു കേട്ടോ. പിന്നെയും വിവേകിനെ തന്നെയാണ് കാണിക്കുന്നത്. വിവേകാണെങ്കിലോ വർഷയെ കേക്ക് തയ്ക്കുന്നതും അത് തിരിച്ച് വർഷ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിവേകിൻ്റെ മനസ്സിൽ ഫുള്ള് വർഷ തന്നെയാണ് കേട്ടോ. അതിനുശേഷം തന്നെ വസുധരയും അതുപോലെ തന്നെ ധനപാലനും കൂടി വരുന്നുണ്ട്. എന്താ മോനെ നിൻ്റെ മുഖത്ത് പെയിൻ്റ് അടിച്ചോ എന്ന് ചോദിക്കാം കേട്ടോ ധനപാലൻ. അയ്യോ അതൊന്നല്ല, ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് കേക്കുമായി പോയപ്പോൾ അവിടുന്ന് ആയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ അവർക്കൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ മകനെ നോക്കുന്നു. ഞാൻ അത് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അതിനുശേഷം തന്നെ നമുക്കത് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്തിനാ മമ്മിയും ഡാഡിയും വന്നത്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ഇപ്പം നമ്മുടെ MGK മീഡിയ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ ന്യൂസ് തന്നെ വമ്പൻ ഹിറ്റായി. ഇനി നിൻ്റെ കല്യാണക്കാരുമാണ് ഞങ്ങൾ കൂടുതൽ ആലോചിക്കുന്നത്. അതിനൊക്കെ സമയമുണ്ടല്ലോ, അത് പറഞ്ഞാൽ പറ്റില്ല, എന്നാലും നമുക്ക് നോക്കി വെക്കണ്ടേ. പിന്നെ പ്രായത്തിൻ്റെ അല്ലേ, നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാണം കൊണ്ട് വിവേക് തല കുനിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, എന്നാൽ പിന്നെ ആ വഴിക്ക് നോക്കിയാൽ മതിയല്ലോ, ആൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആളുകൾ ഒന്ന് ശിവയും ഒന്ന് അഞ്ജുവാണ് കേട്ടോ. അവരെക്കുറിച്ച് അവർ തന്നെ സ്വപ്നം കാണുന്നു. പക്ഷേ വിവേകിൻ്റെ മനസ്സിലാണെങ്കിലോ വർഷ മാത്രം. വിവേകിന് എപ്പോഴും വർഷയുടെ മുഖം മാത്രമാണ് കേട്ടോ കാണുന്നത്. ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കല്യാണം തീരുമാനിക്കണമെന്ന രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഝാൻസി വില്ലയിൽ തന്നെയാണ്. അങ്ങനെ അഭിയും ശിവയും കൂടി സംസാരിക്കുമ്പോൾ അവിടേക്ക് മല്ലികാക്ക വരുന്നുണ്ട് കേട്ടോ. അഭിയാണെങ്കിലോ എന്താടോ ഇന്നത്തെ മാറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ന്യൂസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം എന്ന രീതിയിൽ പറയുന്നു. പിന്നെ ഇന്നെന്താ ഫുഡ് എന്ന രീതിയിലൊക്കെ ചോദിച്ച് അവർ നല്ല സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് മല്ലികാക്ക പുറകെ വരുന്നുണ്ട്. അയ്യോ എന്ത് പെൺകുട്ടികളാണിത്, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുക, അയ്യോ വൃത്തികെട്ട രീതിയിലാണല്ലോ എന്ന് പറഞ്ഞ് താഴത്തോടി ഓടുന്നു കേട്ടോ. എന്താ മല്ലികാക്ക് സംഭവിച്ചത് എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ എന്തോ ഒരു ദേഷ്യം പോലെ അങ്ങോട്ട് ഓടുന്നതും കണ്ടു. ഒന്നും മനസ്സിലായില്ല. എന്തെങ്കിലും ന്യൂസ് പിടിക്കാൻ വേണ്ടി വന്നതാണോ, നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ, അത് വിക്രമിൻ്റെ ആരെങ്കിലും ആയിരിക്കുമോ, ചാരപ്പണി ചാരൻ ചാരിയായിരിക്കോ എന്ന രീതിയിലൊക്കെ അഭി സംസാരിക്കുന്നു കേട്ടോ. താൻ എന്തൊക്കെയാടാ പറയുന്നത്, അങ്ങനെയൊന്നും ആവില്ല, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ശിവയും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ മല്ലിക താഴത്തേക്ക് ഓടി വരുന്നു. അതിനുശേഷം അവിടെ വർഷയും അഞ്ജുവും നിൽക്കുന്നുണ്ട്. എന്താ അക്ക, ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷേ എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ്, പെൺകുട്ടികളാണോ നിങ്ങൾ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് വീണ്ടും ഓടുന്നു കേട്ടോ. എന്താ മല്ലികയ്ക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് അവിയും വർഷയും വരുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്താണെന്നറിയില്ല, എന്തോ കണ്ട പോലെ ഓടുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം തന്നെ ധനപാലനും സുന്ദരിയും സംസാരിക്കുന്നുണ്ട്. ധനപാലൻ എപ്പോഴും അഞ്ജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം വിവേകിനെ എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവരുടെ ജാതകപൊരുത്തൊക്കെ നോക്കുക കേട്ടോ. താൻ എപ്പോഴും അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ധനം ശിവമോൾ മാത്രം മതി എനിക്ക് മരുമകളായിട്ടെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ മല്ലിക ഓടി വരുന്നുണ്ട് കേട്ടോ. അയ്യോ വൃത്തികെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട്. പിന്നെ ഫുൾ തമിഴാണ് കേട്ടോ. തമിഴ് കലർന്ന മലയാളം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം തന്നെ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും മല്ലിക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ സാർ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? മാഡം ഒന്ന് അങ്ങോട്ട് വന്നാൽ ഞാൻ സംസാരിക്കാമായിരുന്നു. ആ പെൺകുട്ടികൾ നല്ല രീതിക്കല്ല മുന്നോട്ട് പോകുന്നത് 2 പേര് എന്ന് പറയുന്നുണ്ട്. അതെന്താ മല്ലിക അങ്ങനെ പറയുന്നത്? അത് പിന്നെ നമ്മുടെ വീട്ടിലൊന്നും കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ പെൺകുട്ടികളെ ഒരിക്കലും അകറ്റി നിർത്തേണ്ടവരല്ല, അവർ വേണമെങ്കിൽ ഞാൻ ഇവിടെ നിർത്തും എന്ന രീതിയിൽ പറയുന്നു. ധനപാലനും എന്നാൽ പിന്നെ ഞാനും നിർത്തും എന്ന് പറയാട്ടോ. അവരാരാണ്? അഞ്ചു ആയിരിക്കില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ധനപാലൻ സംസാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കേണ്ട, മല്ലികയ്ക്ക് ഇനി കൂടുതൽ സംസാരിച്ചാൽ മല്ലികയുടെ ജോലി ഇവിടുത്തെ പോകുമെന്നും പറയുന്നു കേട്ടോ. അന്വേഷണത്തിൻ്റെ വസുധര അങ്ങോട്ട് പോന്നു. അപ്പോൾ തന്നെ മല്ലിക എന്നോട് പറയും കാര്യങ്ങൾ കണ്ടില്ലേ, മേഡം ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ മേഡം അറിയണ്ട, എന്നെ ചെവിയിൽ പറഞ്ഞാൽ മതി. സാർ എൻ്റെ ജോലി കളയോ എന്ന് ചോദിക്കുമ്പോൾ ജോലി പോയാൽ പോട്ടെ എന്ന് പറയൂ എന്ന് പറയുന്നുണ്ട്. ഒന്ന് എന്നെ വിട്ടേക്ക് സാർ എന്ന് പറഞ്ഞിട്ട് മല്ലിക ഓടി പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വിവേകിനെ തന്നെയാണ് കാണിക്കുന്നത്. മുന്നിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിവേക്. ആ സമയത്ത് അഞ്ജു ശിവയും അഭിയും അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ വിവേകേട്ടൻ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, എങ്ങനെ ഇപ്പോൾ വർഷം പുറത്തേക്ക് ചാടും എന്ന് പറയുമ്പോഴത്തേനും വിവേക് വിചാരിക്കുന്നുണ്ട്, അരക്കള്ളിയും മുക്കാക്കള്ളിയും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ആ പേരും കളി അകത്തായിരിക്കും. അവളെങ്ങോട്ട് പുറത്ത് കൊണ്ടുവരാനുള്ള മാർഗം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. എവിടെ നിന്നിട്ടെൻ്റെ കാര്യമുള്ളൂ, അവളുടെ മുഖം ഒന്ന് കാണണം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വിവേകേട്ടനോട് ചെന്നിട്ട് ഞങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ആ സമയത്ത് വേണമെങ്കിൽ വർഷയെ നിങ്ങൾ പുറത്തിറക്കിയിട്ട് പറഞ്ഞയച്ചോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? ഞങ്ങൾക്ക് ഭാവിയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കണ്ടേ, അതുതന്നെയാണ്. അങ്ങനെ കൂടുതൽ സംസാരിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് കാര്യങ്ങൾ വിവേകിനോട് പറയാം, അങ്ങോട്ട് മാറി നിൽക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ചെല്ലുന്നു കേട്ടോ. എല്ലാവരും കൂടി എന്താ വന്നിരിക്കുന്നത്? എവിടെ ആ 4ാമത്തെ പെൺകുട്ടി എവിടെ? അവൾ കുളിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ല, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് കുളിസീനോ? അയ്യോ കുളിസീനൊന്നല്ല കേട്ടോ, ആ കുട്ടിയൊന്നും കണ്ടില്ലല്ലോ. ഇന്നലെ റെഡ് സാൻഡിൽ പൊടിയൊക്കെ മുഖത്ത് തേച്ചിട്ടല്ലേ കണ്ടത്, പക്ഷെ നേരിട്ട് അവളുടെ മുഖം ഞാൻ കണ്ടില്ലല്ലോ. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അത് പിന്നെ അവൾ കുളിക്കല്ലേ, അവിടെ കുളിയായിട്ടെ. വിവേകേട്ടൻ എന്നും രാവിലെ എക്സസൈസ് ചെയ്യുമോ? ഇത് വെറുതെ ചെയ്യുന്നതാണ്, ഒന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? പിന്നെ 4 സുന്ദരിമാർ താമസിക്കുന്ന വീടല്ലേ, ഇതിന് മുന്നിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അത് ഞങ്ങൾക്ക് മോശത്തരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ടാബി. അത് ഞാൻ ഓർത്തില്ല. ശരി, ഞാൻ അപ്പുറത്തേക്ക് പോകാമെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് കുളിച്ചിട്ട് കാണാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ കുളിക്കണേ എന്ന രീതിയിലൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിവേക് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും അഭി പറഞ്ഞ കാര്യം ഓക്കെ ആയി. വിവേക് അങ്ങ് മാറിയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, വിവേകേട്ടൻ്റെ ബോഡി ഷേപ്പ് ആരും കാണണ്ട, അത് ഞാൻ മാത്രം കണ്ടാൽ മതി. അതുകൊണ്ടാണ് വിവേകേട്ടനെ അങ്ങോട്ട് മാറ്റിയത്. അയ്യടാ എന്ന് പറഞ്ഞിട്ട് ശിവയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് കേട്ടോ വർഷ പുറത്തിറങ്ങുന്നത്. വർഷയെ വേഗം പറഞ്ഞയക്കുന്നുണ്ട്. വർഷ പോകുന്നത് അവിടെ നിന്ന് നോക്കി കാണുന്നുണ്ട് കേട്ടോ വിവേകിൻ്റെ മനസ്സിൽ മുഴുവനും ഇപ്പോൾ വർഷ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഷാർമിളേനെ കാണാനായിട്ടാണ് ഒരു അമ്പലത്തിൻ്റെ അവിടത്തേക്ക് വർഷ പോകുന്നത് കേട്ടോ. അതിനുശേഷം ഷാർമിളയോട് സംസാരിക്കുന്നുണ്ട്. അമ്മയോട് ശിവ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നല്ല സങ്കടമായിട്ടോ ഞങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ശിവയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടില്ല. അവളോട് നല്ല ദേഷ്യത്തിൽ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. ആ റീത്ത് അമ്മയ്ക്ക് തരേണ്ട കാര്യമുണ്ടോ? അവിടെ എത്രയോ ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നു, അവർക്കാരെങ്കിലും കൊടുത്താൽ പോരെ എന്ന രീതിയിൽ ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. ശിവ കാണിച്ചത് വളരെ മോശമായെന്ന് ഞങ്ങൾ അവളോട് തീർത്ത് പറഞ്ഞു കേട്ടോ. എനിക്കതിന് കുഴപ്പമില്ല മോളെ, കാരണം അവൾക്ക് ഞാൻ എന്നോ മരിച്ചു കഴിഞ്ഞവളാണ്. കാരണം എൻ്റെ മോള് എന്നെ അത്രയും വെറുത്തു, അതുകൊണ്ടല്ലേ എന്ന് കരുതി ഞാൻ പിന്നീട് ആലോചിച്ചു. അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ആ സങ്കടം മാറി. അവളുടെ അടുത്ത് തന്നെയല്ലേ മോളെ ന്യായം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം പോട്ടെ, ആ വിക്രമിൻ്റെ കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ ആ ഡീറ്റെയിൽസൊക്കെ തന്നത് അമ്മയാണെന്ന് കൂടി എനിക്ക് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു.
മോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്, ശിവ അറിയരുത് ഞാനാണ് തന്നിട്ടുള്ളതെന്ന്. മോളിലൂടെ വേണം എനിക്കതെല്ലാം തെളിയിക്കാൻ, ലക്ഷ്മിയുടെ മർഡർ കേസ് എന്ന രീതിയിൽ പറയുന്നു. അതിനുശേഷം തന്നെ വിക്രമിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയാണ് അതിൻ്റെ എല്ലാം പിറകിലെന്ന് അറിഞ്ഞാൽ അമ്മയെ ശരിയാക്കില്ലേ? വിക്രമിനേക്കാളും ഡേഞ്ചറാണ് ഹരിതയുടെ അച്ഛൻ. ഹരിതയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാം ഭർത്താവ്. അയാൾ എന്നെ വിവാഹം കഴിച്ചത് അവിടുത്തെ സ്വത്തും സമ്പാദ്യം എല്ലാം കണ്ടിട്ടാണ്. അയാളുടെ ഭാര്യയെ തന്നെ അയാൾ വിഷം കൊടുത്ത് കൊന്നതാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് അയാളോട് ഡേഞ്ചറായിട്ടുള്ള ആളാണ്. വിക്രമിനെ ഒതുക്കി കഴിഞ്ഞാൽ ഉടനെ അയാൾ വരും. അയാൾക്കുള്ള പണി ഞാൻ വേറെ കണ്ടിട്ടുണ്ട് മോളെ, അതിനും ഞാൻ പിന്നീട് സംസാരിക്കാമെന്നും ശാർമിള പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്തായാലും മോളെ ഞാൻ പോട്ടെ, ഇനി പിന്നീട് സംസാരിക്കാം. വീണ്ടും ലക്ഷ്മിയെക്കുറിച്ച് വർഷ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മേ, ഈ ലക്ഷ്മി അവരെ കുറിച്ചൊന്ന് പറയാവോ? അവരും ശിവയായിട്ടുള്ള ബന്ധം എന്താണ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിനടുത്ത് ഉണ്ടായിരുന്നത്? മോളെ, അത് വേറൊരു കാര്യം ശിവയോടുകൂടി പറയാതെ ശിവയുടെ അച്ഛൻ്റെ അമ്മയോട് മാത്രം പറഞ്ഞ ആ രഹസ്യം എന്താണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ കാര്യമാണെങ്കിൽ ലക്ഷ്മി ഇവിടുന്ന് പോയപ്പോൾ ഗർഭിണിയായിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അത് നിൻ്റെ അത്ര വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയായിരുന്നെങ്കിലും വിക്രമിനോട് പ്രതികാരം തീർക്കാനുള്ള സമയം അവൾക്കിപ്പോൾ ആയേണേ. പക്ഷേ അതിന് പകരം ഇപ്പോൾ 4 പെൺകുട്ടികളാണല്ലോ വിക്രമിനോട് പ്രതികാരം തീർക്കാനായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും കാലം തെളിയിക്കും മോളെ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുതെന്ന രീതിയിൽ പറഞ്ഞിട്ട് ഷാർമിള പോകുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.